ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന കണക്ക് പ്രകാരം മരണസംഖ്യ 357 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചൂരൽമലയിൽ നിന്ന് ഇന്നൊരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നു. അതുപോലെ ചാലിയാർ പുഴയിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കിട്ടിയിരിക്കുന്നു. അങ്ങനെ മരണസംഖ്യ 357 എന്നുള്ള കണക്കിലേക്ക് എത്തുകയാണ്. ദുരന്തഭൂമിയിലും അതുപോലെ ചാലിയാറിലും വിപുലമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു. ഹാഷ്മി, നേരത്തെ മൃതദേഹാവശിഷ്ടമാണ് എന്നുള്ള സംശയത്തിലായിരുന്നു നമ്മൾ നമ്മുടെ സംസാരം അവസാനിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത് മൃതദേഹം തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നു. അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്താണ് ഹാഷ്മി? എനിക്ക് തോന്നുന്നു ഹാഷ്മിയുടെ ടെലിഫോൺ ലൈനിൽ എന്തോ ഒരു തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ 355 മരണം. അതിപ്പോൾ 357 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചാലിയാറിൽ നിന്ന് ചില ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചൂരൽമലയിൽ ബെയിലി പാലത്തിന് സമീപം ഹാഷ്മി അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ഒരു മൃതദേഹം കൂടി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം മരണം ഇപ്പോൾ 357 എന്ന നിലയിലേക്ക് എത്തുകയാണ്. ഈ ഹാഷ്മിയും ഗോപികൃഷ്ണനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് റെസ്ക്യൂ എന്ന് പറയുന്ന നിലയിൽ നിന്ന് തെരച്ചിൽ, ഇനി മൃതദേഹ ഭാഗങ്ങൾ, ചില അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുക്കുക എന്ന നിലയിലേക്ക് ആ തെരച്ചിലിൻ്റെ സ്വഭാവം മാറുകയാണ്. ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു, ഐബോട്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ തെരച്ചിലിനുള്ള നായകൾ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുള്ള സമഗ്രമായ ഒരു തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. വിവിധ സംഘങ്ങൾ, NDRF ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും തുടർച്ചയായ തെരച്ചിൽ നടത്തുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഹാഷ്മി, അല്പം മുമ്പ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ഭുതകരമായ ചില സംഭവങ്ങളിൽ അതിജീവിക്കുന്ന ചിലർ, അത്തരം ചില അതിജീവന വാർത്തകൾ ഒഴികെ നമ്മളിപ്പോൾ കൂടുതലും കേന്ദ്രീകരിക്കുന്നത് ഈ തെരച്ചിലിലേക്ക് മാത്രമാണ്. ഹാഷ്മി നിൽക്കുന്നിടത്തു നിന്ന് അല്പം അകലെയായി ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണല്ലോ റിപ്പോർട്ട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? കൃഷ്ണ, അതാ ഇവിടെ തെരച്ചിൽ നടക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് 6ാം നാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വീടായിരുന്നില്ല, ഇതൊരു വീടായിരുന്നു. അവിടെ ഒരു കോൺക്രീറ്റ് കൂടാരത്തിനിടയിൽ നല്ല സ്മെല്ല്, നല്ല ദുർഗന്ധം വരുന്നുണ്ട്. അപ്പോൾ ആ സംശയത്തിൽ ഇവിടെ പരിശോധിക്കുകയാണ്. അവിടെ ഒരു വീടിൻ്റെതായ ചില രേഖകളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് വീട് തന്നെ ഒരു വീടായിരുന്നു. ഇത് നമ്മുടെ ഇപ്പോൾ നിർമ്മിച്ച ബെയിലി പാലത്തിൻ്റെ തൊട്ട് ഒരു 1/2 കിലോമീറ്റർ പോലും ഇപ്പുറത്തായി ഒരു വീടാണ്. ആ വീടിങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ്. മൊത്തം കോൺക്രീറ്റ് കൂമ്പാരം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ കോൺക്രീറ്റ് കൂമ്പാരം തിരയുകയാണ്. ഇവിടെ നമുക്കിവിടെ നിൽക്കുമ്പോൾ അറിയുന്നുണ്ട് ഒരു അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, നല്ല ദുർഗന്ധം ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. 6ാം നാൾ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ദുർഗന്ധമുള്ള മേഖലകൾ പരിശോധിക്കുമ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഈ ദിവസത്തിൻ്റെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ തെരച്ചിൽ ഭൂമിയിലെ ദൗർഭാഗ്യകരമായ കാഴ്ചകളൊന്നാണ്. അതുപോലെ ഒരു തെരച്ചിൽ ഭൂമിയിലാണ് ഇവിടെ ഒരു ദുർഗന്ധമുള്ള ഭാഗത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ അധികം സമയം NDRF സംഘം അടക്കമുള്ളവർ നടത്തുന്നു. അവിടെ ആ വീടിൻ്റെ താഴെയായിട്ട് ആ ഭിത്തിയുടെ അങ്ങേ തലക്കൽ താഴെയായിട്ടൊരു മൃതദേഹഭാഗങ്ങൾ കണ്ടു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. കൃഷ്ണ, പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. നല്ല വലിയ ദുർഗന്ധമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് തെരച്ചിൽ നടത്തി. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായി നടക്കുന്ന തെരച്ചിൽ രീതി എന്ന് പറയേണ്ടി വരും. ഓരോരോ മേഖലകളിൽ, ചില മേഖലകളിൽ വലിയ ദുർഗന്ധം ഉണ്ടാകുന്നു, അവിടെ തിരയുന്നു. അതിനുശേഷം അടുത്ത മേഖലകൾ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനയുടെ രീതി. അത് സങ്കടകരവും ദൗർഭാഗ്യകരവും ഒക്കെയാണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിന് ഒരു നോർമൽ യുക്തിക്ക് ഒക്കെ വലിയ വേദനയും സങ്കടവും തോന്നുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദുരന്തഭൂമി പുറത്തു നിൽക്കുമ്പോൾ. ദുരന്തഭൂമിയിലെ ഈ റിക്കവറിയുടെ ഒരു പ്രധാന രീതികളിലൊന്ന് അതങ്ങനെ തന്നെയാണ്. കാരണം ഇതിപ്പോൾ 6ാം നാളാണ്. ഈ മണ്ണാഴങ്ങളിൽ, പുഴയാഴങ്ങളിൽ എത്ര പേർ ഇപ്പോഴും ഉണ്ട് എന്ന് കൃത്യമായി ആർക്കും അറിയാത്ത സാഹചര്യം. ഇവിടെ ഈ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഇവിടെ നിൽക്കുന്ന ചൂരൽമലയിലും ഒക്കെ മണ്ണ് തിരയുമ്പോൾ ആരെയും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇവിടങ്ങളിലൊക്കെ എവിടെയൊക്കെയോ ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്, എവിടെയൊക്കെയോ ആരൊക്കെയോ ഉണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തെരച്ചിൽ ഇപ്പോഴും വളരെ ഊർജ്ജസ്വലമായി തന്നെ 6ാം ദിനവും എങ്ങനെയാണോ നമ്മൾ 2ാം നാളും 3ാം നാളും ഒക്കെ കണ്ടത്, അതേ രീതിയിൽ തന്നെ അതാ ഒരു വീടിൻ്റെ ഗേറ്റൊക്കെ കാണുന്നുണ്ട്. ഒരു വീടിൻ്റെ ഗേറ്റാണത്. ആ ഗേറ്റിനോട് ചേർന്ന് വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട് അങ്ങനെ പൊളിഞ്ഞില്ലാതായിപ്പോയതിൻ്റെ ഒരു സങ്കടസാക്ഷ്യം JCBകൾ മണ്ണിനടിയിൽ നിർത്തുകൊണ്ട് വരികയാണ്. ഇവിടെ ആളുകളുണ്ടായി. ഇവിടെ ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലം കൂടി, കുറേ അധികം 1-2 ഇപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 5 വീടുകളുടെ തീർത്തും ദുരന്താവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം.
ഒരുപാട് വീടുകളുള്ള ഒരു മേഖലയാണ് ഈ മേഖല. അപ്പോൾ അവിടെ മൃതദേഹങ്ങളുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ കൃത്യമായി പറയുന്നതനുസരിച്ചാണ് അവിടുത്തെ പരിശോധന. സൈന്യത്തിൻ്റെയും NDRFിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ യുവജന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ പ്രവർത്തകർ വളരെ സജീവമായി ഈ ദിവസങ്ങളിൽ ഇവിടെ പരിശോധനയിൽ പങ്കെടുക്കുകയാണ്. ഈ തെരച്ചിൽ എത്ര നാൾ തുടരാൻ കഴിയുമെന്നത് ഉറപ്പായി അനിശ്ചിതത്വമുണ്ട് അതിൽ കൃഷ്ണ. കാര്യം ഞാൻ നേരത്തെ പറയുന്നത് നമ്മൾ തിരയുന്നത്, നമ്മളിവിടെ അന്വേഷിക്കുന്നത് മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളെയാണ്. 6-ാം നാൾ ദുർഗന്ധമൊക്കെ ഉണ്ടാകുന്ന 6-ാം നാളിന് ശേഷം 7-ാം നാളും 8-ാം നാളും 9-ാം നാളൊക്കെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാകും, അത് റിക്കവറി ബുദ്ധിമുട്ടാകും, അത് സങ്കടകരമായ അങ്ങേയറ്റത്തെ സങ്കടകരമായ സാഹചര്യം അത് ഉണ്ടാക്കും. അപ്പോൾ ഏത് രീതിയിൽ ഈ റെസ്ക്യൂ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് വളരെ സജീവമായ ചർച്ചകൾ ഉണ്ടാകുന്നതിന് മുമ്പ് കൃത്യമായി എത്ര ആളുകൾ കാണാനുണ്ട്, അവർ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കാണാനുള്ളത്. നമ്മൾ കാണുന്ന ഒരു വലിയ മരം, നോക്ക് കൃഷ്ണ, ഒരു വലിയ മരം മണ്ണിനടിയിൽ അങ്ങനെ പൂണ്ട് കിടക്കുകയായിരുന്നു. ആ മരത്തിനെ അവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് JCBയുടെ ബക്കറ്റിലെടുത്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിയിടുന്ന കാഴ്ച കാണുകയാണ്. വലിയ മരമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് മരങ്ങളും ഇത് കുറേ അധികം അടി ആഴത്തിലാണ് കൃഷ്ണ. നമ്മൾ ആ ദൃശ്യങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് രാഹുൽ വ്യാസിന് കാണിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഇത് കുറേ ആഴത്തിൽ നിന്ന് എടുക്കുന്ന വലിയ മരങ്ങളാണ്, വലിയ മരക്കഷ്ണങ്ങൾ. ഒരു മരം തന്നെ അങ്ങനെ കടപുഴകി വന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ മരങ്ങൾ, വീട്ടുപകരണങ്ങൾ, വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, വസ്ത്രങ്ങൾ, കുട്ടികളുടെ ടിഫിൻ ബോക്സുകൾ, കുട്ടികൾ അങ്ങനെ അവർ സർട്ടിഫിക്കറ്റുകൾ, പഴയ ആൽബങ്ങൾ, അങ്ങനെ ജീവിതം തുടിച്ചിരുന്ന കാലത്തെ, ജീവിതം ഏറ്റവും സുരഭിലമായിരുന്ന കാലത്തെ സങ്കട ഓർമ്മകൾ JCB മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ തിരയാനുള്ള കാരണം ഞാൻ നേരത്തെ പറയുന്നത് അല്പസമയം മുൻപാണ് ഇവിടെ ഒരു ശരീരം കൂടി ഉണ്ട് എന്നൊരു സംശയം ഉണ്ടാവുകയും ഇങ്ങോട്ടേക്ക് ആളുകൾ വരികയും ചെയ്തു. അതിന് പ്രധാന കാരണം വീടിന്റെ അടിത്തറകളൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. നമ്മൾ ഈ JCBയുടെ ഭീമൻ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ബക്കറ്റ് അടിയിലോട്ട് പോയിപ്പോൾ അകത്തേക്ക് പോയി പുറത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അകത്തേക്ക് പോയി പരിശോധിക്കുന്നു JCB. അവിടെ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന മുകളിൽ കാണുന്ന വീടിന്റെ തൊട്ടിപ്പുറത്തോട് ചേർന്ന ഒരു വീടാണ്. ഈ വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ ഇനിയും